ഹായ് ഓൾ, നമ്മുടെ ജെഇ മെയിൻസിന്റെ റീസ്റ്റാർട്ട്, അതായത് നമ്മുടെ ഫേസ് 2ന്റെ ഡേറ്റ്സ് അനൗൺസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. സെഷൻ 2ന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ദിസ് വീഡിയോ ഇസ് ഫോർ നമ്മുടെ ഇപ്പോൾ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിലവിൽ ബോർഡ് എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ CBSE-യിലും സ്റ്റേറ്റിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. ഹൗ ക്യാൻ യു ഗെറ്റ് അലോങ് വിത്ത് ദ JEE പ്രോസസ്. അതായത് ഈ പറയുന്ന JEE പ്രോസസ്സ് നിങ്ങളുടെ ബോർഡ് എക്സാംസിന്റെ കൂടെ തന്നെ എങ്ങനെ കൊണ്ടുപോകുന്നു, അതുവഴി നിങ്ങൾക്ക് നല്ലൊരു പേഴ്സൻറ്റ് തന്നെ ഈ വർഷം തന്നെ ഒരു NIT-യിലോ IIT-യിലോ ഒക്കെ അഡ്മിഷൻ എങ്ങനെ നേടാമെന്നുള്ളൊരു വഴി പറഞ്ഞു തരികയാണ് ശരിക്കും ഈ വീഡിയോയിലൂടെ. സോ ലിസൺ. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ JEE മെയിൻസിന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. സെഷൻ 1 ഇതിൽ എഴുതി നിങ്ങൾ +2 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളിപ്പം സെഷൻ 1 അറ്റൻഡ് ചെയ്ത് കാണും. കുറെ പേരൊക്കെ പഠിച്ചിട്ടും അല്ലാണ്ടൊക്കെ ഫ്രീ ആയിട്ടൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ലെവൽ ഓഫ് നോളജ്, എത്രയാണ് ആ എക്സാം പാറ്റേൺ വരുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള പാറ്റേൺ വെച്ചിട്ടാണോ എന്നുള്ള ചെറിയ ഐഡിയകളൊക്കെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി വരുന്ന JEE മെയിൻസിലും 2024 ഏപ്രിൽ സെഷനിലും നമുക്ക് ഏകദേശം JEE മെയിൻസിന്റെ ഫസ്റ്റ് സെഷനിലെ പോലെ തന്നെയുള്ളൊരു ലെവലായിരിക്കും കാണാൻ സാധ്യത. കാരണം ഇത്രയും നാളും ചോദിച്ച ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലിൽ നിന്ന് മാറി കുറെയൊക്കെ ഒരു മോഡറേറ്റ് ലെവലിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് JEE മെയിൻസ് മാറിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്കും ഉള്ളൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഓൾറെഡി റിവിഷൻ ടൈമിലും അല്ലെങ്കിൽ നിങ്ങളിപ്പം മോഡൽ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി കൺസെപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങളുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷന്റെ കൂടെ തന്നെ എങ്ങനെ JEE ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമാണ്. സോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് +2-ലുള്ള ടോപ്പിക്കും +1-ലുള്ള ടോപ്പിക്കും ഉറപ്പായിട്ടും JEE ചോദിക്കുന്നുണ്ട്. അതും പക്ക NCERT, നിങ്ങൾ എന്താണോ NCERT-ൽ പഠിക്കുന്നത് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അത് തന്നെ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ലെവൽ ഓഫ് ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുമുണ്ട്. സോ ടു ക്രാക്ക് JEE വിത്തിൻ ദിസ് സ്പാൻ ഓഫ് ടൈം എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് നിങ്ങളുടെ കുറച്ചും കൂടെ ഒരു എഫേർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബിൽഡ് ചെയ്തെടുക്കാവുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിലവിൽ നിങ്ങളിപ്പം മോഡൽ എക്സാമിനും ബാക്കിയുള്ള വരുന്ന ബോർഡ് എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ കുറച്ച് സമയം നമ്മുടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി, JEE-യുടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബോർഡ് എക്സാം അല്ലേ ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി എന്ന് വിചാരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഇതൊരു ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾ നേരെ ചെല്ലുന്നതും ഒരു എൻട്രൻസിന്റെ ലോകത്തേക്കാണ്. നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് ഒരു നല്ലൊരു സ്കോപ്പുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണമെങ്കിലോ, ബേസിക് ഇപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസിനോ മെഡിക്കൽ ഡിഗ്രി വേണമെങ്കിലോ, നല്ലൊരു കോളേജിൽ സയൻസ് ഡിഗ്രി വേണമെങ്കിലോ ഒക്കെ, നിങ്ങൾ സയൻസ് സ്ട്രീം ആണെങ്കിൽ സയൻസ് ഡിഗ്രി വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഒരു എൻട്രൻസ് എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ബോർഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് സമയം നിങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനും, നിങ്ങൾ ഓൾറെഡി +2-ന്റെ കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ തൽക്കാലം +2-ന്റെ തന്നെ ഇപ്പൊ പഠിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ തന്നെയുള്ള നിങ്ങളിപ്പോ ഓരോ സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ കുറച്ച് സമയം ഒരു ദിവസത്തിൽ അതിനുവേണ്ടി മാറ്റി വെക്കുക. ഒരു 2-3 അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന രീതിയിൽ ഓരോ പാഠങ്ങൾ വെച്ച് നിങ്ങൾ ഓരോ ദിവസവും ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ്സ് പഠിച്ചത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനുള്ള സോഴ്സസ് എവിടെയാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ, നമ്മുടെ സൈലം ജീനിയസിന്റെ ചാനലിൽ തന്നെ ഒരുപാട് കണ്ടന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രീ 50 days ക്രാഷ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈലം ജീനിയസ് ചാനൽ. നമ്മുടെ ഫേസ് റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് അടുത്ത ഫേസിലേക്കുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ ടെലിഗ്രാമിൽ സൈലം ജീനിയസിന്റെ ചാനലുണ്ട്. അവിടെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാസ് കിട്ടും, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കളക്ഷൻ കിട്ടും. അതിന്റെ മീഡിയയിലെല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ആപ്പിൽ ഇപ്പം കറന്റ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാനിൽ ഒരു സ്കെഡ്യൂൾ വൈസ് ഉള്ള ലൈവുകളാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലൈവ് കാണാം, അല്ലെങ്കിൽ ലൈവിന് ശേഷം, ലൈവ് കാണാൻ ബോർഡ് എക്സാമിന്റെ സമയത്ത് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അതിനുശേഷം അതിന്റെ സ്ലൈഡുകൾ അനലൈസ് ചെയ്ത് ആ സ്ലൈഡിലെ സൊല്യൂഷൻ വെച്ച് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അതേപോലെ സൈലം ജീനിയസ് എന്ന് പറഞ്ഞ ഫ്രീ ബണ്ടിൽ ശരിക്കും നിങ്ങൾക്ക് ഫ്രീ ഓഫ് ആക്സസിൽ സൈലം ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. പലരും അത് എടുത്തിട്ടുണ്ടാവും. അതിൽ ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കുണ്ട്. അപ്പം മെറ്റീരിയൽസ് ശരിക്കും നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി
അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഈ വരുന്ന ഏപ്രിലുള്ള പരീക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിപ്പറേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും പഠിക്കാനിരിക്കുന്ന ഒരാൾക്ക് പ്രിപ്പറേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ഷെഡ്യൂൾ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നത് ഉറപ്പാണ്, അറിയാവുന്നൊരു കാര്യമാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് സബ്ജക്ട്സുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ജെയുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ എപ്പോഴും ചെയ്യേണ്ട കാര്യം, നമുക്കിപ്പം പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഒരു പാടാണ്, അയ്യോ ജെഇ പാടുള്ള ഒരു പരീക്ഷയല്ലേ, എങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ ഞാൻ അതിനെ എങ്ങനെ കൊണ്ടുവന്ന് വിചാരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെഇ ഇസ് എ ലോ സ്കോറിംഗ് എക്സാം ആണ്. നമുക്ക് എപ്പോഴും 100ലും ടോട്ടൽ മാർക്ക് വാങ്ങിച്ച് പെർസെന്റേജ് ഫുള്ളാക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്ര ഒരു പകുതിയിൽ മുകളിൽ മാർക്ക് വാങ്ങിച്ച് തന്നെ നിങ്ങൾക്കൊരു ഹൈ കട്ട് ഓഫിലേക്കും NITസിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്ന രീതിയിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിനുള്ള സ്ട്രാറ്റജി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജീനിയസ് ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പോസിബിൾ ആണ്. അതൊന്നൊരു പണ്ടത്തെ ഒരു ഡിഫിക്കൽട്ടി ഇപ്പൊ ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് പോസിബിൾ ആണെന്ന് പറയുന്നത്. ഒരു മോഡറേറ്റ് ലെവലിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ നിങ്ങൾ ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതിന്റെ കൂടെ ആ ക്വസ്റ്റ്യൻസിനോട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നു, ഫോർ എക്സാമ്പിൾ വേവ് ഓപ്റ്റിക്സ് പഠിക്കുന്നു. വേവ് ഓപ്റ്റിക്സിൽ ഇപ്പം വേവ് ഓപ്റ്റിക്സിന്റെ തിയറികളെല്ലാം നിങ്ങൾ ഡിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇന്റർഫറൻസിനെ കുറിച്ച് പഠിക്കുന്നു. അതിന്റെ തിയറി ആയിട്ടുള്ള ബേസിലുള്ള ക്വസ്റ്റ്യൻസും പഠിക്കുന്നു. അത് കഴിഞ്ഞ് കൺസെപ്റ്റിലേക്ക് വരുമ്പം കുറച്ച് കണ്ടീഷൻസ് ഉള്ള ഇക്വേഷൻസ് മാത്രമല്ല. ആ ഇക്വേഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ ഈ ചോദ്യങ്ങൾക്ക് വേണ്ട സോഴ്സ് എന്താണ്. അപ്പൊ ഇന്ന വീഡിയോ എനിക്ക് ചൂസ് ചെയ്ത് കണ്ടാൽ മതിയാകും. എനിക്കാണെങ്കിൽ 1xലോ 1.5xലോ ഒക്കെ ഇരുന്ന് കണ്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ, ചെയ്ത് ശരിയാക്കാന്നുള്ളത്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എഫേർട്ട് ഇട്ടാൽ നമുക്ക് നല്ലൊരു പെർസെന്റേജ് സ്കോറിലേക്ക് എത്താൻ സാധിക്കും. എഫേർട്ട് ഇടണം. എഫേർട്ട് ഇടാതെ നമുക്ക് ഒരിക്കലും നല്ല ഇതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുക കൂടുതൽ. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞൊരു പാറ്റേൺ കണ്ടാൽ തന്നെ ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 2021, 22, 23, 24 പാറ്റേണിലൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോ ഒരു 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്തിൻ ഈ സ്പാൻ ഓഫ് ടൈം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ബേസിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ചോദിക്കുന്ന ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് അതിന്റെ ബേസിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അങ്ങനെ പഠിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ എക്സാമിന് വരുമ്പോൾ നിങ്ങളുടെ ഡിഫിക്കൽട്ടി കുറച്ചും കൂടെ, നിങ്ങളിപ്പോ ഉള്ള ഡിഫിക്കൽട്ടി കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും. പിന്നെ അത് കുറച്ചും കൂടെ മറ്റുള്ള എക്സാമുകൾക്കും ഇനി വരുന്ന എൻട്രൻസ് പരീക്ഷകൾക്കും ബെനിഫിഷ്യൽ ആയിരിക്കും. സോ നമ്മളെപ്പോഴും പറയാം, വൈ സെറ്റിൽ ഫോർ എ സ്മോളർ തിങ് വെൻ യു ഹാവ് എ ബിഗർ തിങ് ഔട്ട് സൈഡ്. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുറത്തുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ചെറിയ ഇതിനു വേണ്ടി, അത് ചിലപ്പോൾ ആ ഒരു മാസത്തെ പ്രിപ്പറേഷൻ വൈകിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ് നഷ്ടപ്പെട്ടൊക്കെ പോകുന്നത്. അപ്പൊ അത് അതിനെ മനസ്സിലാക്കി പെർഫോം ചെയ്യേണ്ട ഒരു സമയമാണ് ശരിക്കും ഈ ഒരു സമയത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ +2 സ്റ്റുഡൻസ് ഇപ്പൊ നിങ്ങളുടെ ബോർഡ് എക്സാംസ് നടക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് സമയം ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് തന്നെ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. CBSE സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം നിങ്ങൾക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻസിന് കിട്ടും. അതേസമയം സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനേ ഉള്ളൂ. കാരണം ജെഇ പോലൊരു പരീക്ഷ നിങ്ങളുടെ ബോർഡ് എക്സാമിനെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ബോർഡ് എക്സാം കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് ഷെഡ്യൂൾ ചെയ്ത് ജെഇയുടെ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നല്ലൊരു പെർസെന്റേജിലേക്ക് നിങ്ങളുടെ സ്കോർ എത്തിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ക്രൂഷ്യൽ സമയം. ഈ ക്രൂഷ്യൽ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂൾസിന് ഉപയോഗിക്കുക. കാരണം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ദെർ ആർ 1000 അതർ സ്റ്റുഡൻസ്. നമുക്കൊരിക്കലും ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. അതായത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്റ്റുഡൻസ് ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം ഈ ഒരു സമയം നിങ്ങളുടെ സീറ്റ് അവിടെ ഉണ്ട് എന്ന രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ സൈലം ഓഫർ ചെയ്യുന്നത്. ആ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ഓഫ് ആക്സസിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് LMRP തന്നെ വേണമെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ ഡയറക്ട്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിന്റെ അഡ്മിഷൻ ഡെസ്കിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയാണോ നിങ്ങളുടെ പ്രൊസീജിയർ കൊണ്ടുപോകേണ്ടത് അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പം മാക്സിമം ഇപ്പൊ തന്നെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. വൈകിട്ടില്ല, ഇനിയും താമസിച്ചാൽ വൈകി പോകും. പക്ഷെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഇപ്പൊ പേര് പറയുന്ന പോലെ തന്നെ റീസ്റ്റാർട്ട് തന്നെ ചെയ്യുക നിങ്ങളുടെ അടുത്ത സെഷന് വേണ്ടി. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക് യു.